പറഞ്ഞിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലിട്ടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞ് കിട്ടി. കുറച്ച് മൂത്തതാണെങ്കിലാന്ന് തോന്നുന്നു അങ്ങനെ നല്ലപോലെ. ഇതിപ്പം മെഴുക്കുവരട്ടി വെക്കാനേ പറ്റുമെന്ന് ഇത് മൂത്തതാണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ നമ്മൾ ഉമ്മ പറയുന്നത്, അതായത് ഇതിൻ്റെ പുറത്തുള്ള മുള്ളില്ലേ അത് നല്ലോണം പതിഞ്ഞു പോവും. ഇതിപ്പോൾ കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്. നല്ലോണം പതിഞ്ഞാലും മൂത്ത്, പിന്നെ ഇച്ചിരി വലുതായാലും മനസ്സിലാവും. സാധാ ചക്കയും അങ്ങനെയാണ്, സാധാ പഴുത്തയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം. പിന്നെ ആരോ തന്നതാണ്. മഴയുണ്ടോ? ഇവിടെ ഇപ്പം മഴയില്ല, നേരത്തെ ഇച്ചിരി പെയ്തിരുന്നു. ബീട്രൂട്ട് അച്ചാർ എന്തായി നോക്കാം, മിക്കവാറും കൈപൊള്ളു എന്തോ മൂടി എടുക്കുമ്പോൾ. ഓക്കെ, 1 മിനിറ്റ്. എൻ്റെ കൈ എപ്പോഴും പൊള്ളലാണ്. പറ്റുന്നില്ലല്ലോ, അടപ്പ് തുറക്കുമ്പോൾ മിക്കവാറും കൈ പൊള്ളും. അങ്ങനെ ബീട്രൂട്ട് അച്ചാർ വേവണം. അച്ചാറില്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ അച്ചാറുണ്ടെങ്കിൽ വേറെ ഒന്നും, ഇച്ചിരി എന്തെങ്കിലും കറി മതി. അച്ചാർ നിർബന്ധമാണ് എല്ലാവർക്കും, എപ്പോഴും അച്ചാർ വേണം. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എന്താന്ന് പറഞ്ഞാൽ പപ്പായ അച്ചാറുണ്ട്, കപ്ലങ്ങ അച്ചാർ. ഇന്നിപ്പം പിന്നെ ഇതാണ്. ഇത് തീരുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും അച്ചാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടിരിക്കും. പിന്നെ ഇന്ന് ഞാനിവിടെ ഉണ്ടായില്ല, പിന്നെ ഉമ്മ പറഞ്ഞ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കറി. അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ തോരനും ഇന്നലത്തെ മീൻകറി ഉണ്ടായി, അതൊക്കെ വെച്ച് നിന്നതാണ്. ഞാൻ കുറച്ചും കൂടി വേവട്ടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അപ്പുറത്ത് പോയിട്ട് വരാം. മഞ്ഞപ്പൊടിയുടെ അടപ്പൊക്കെ ഒന്ന് ഇട്ട് വെക്കട്ടെ. എല്ലാം ഓൾഡാണ്, ഓൾഡ് ഈസ് ഗോൾഡാണ്. നമ്മളെ വീടേ ഓൾഡാണ്. അടുക്കളയൊക്കെ ഇങ്ങനെ. പിന്നിപ്പോൾ അവിടെ ആരും ഇല്ല. ഇപ്പം മഴയൊന്നുമില്ല. നമ്മളെ വീട് പണ്ടത്തെ വീടാണ്, ഇതാ നമ്മളുള്ളത്. മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ഇതിപ്പം അവിടെ ഇതായാണ് ബ്രദറിൻ്റെ വീട്. പിന്നെ ഞാൻ കടച്ചക്കൻ്റെല്ലാം ഉണ്ടായി. ഇതിപ്പോൾ സിസ്റ്ററിൻ്റെ വീടാണ്. നമ്മളെ വീടിനോട് ചേർന്ന് മുട്ടിയിട്ട് തന്നെ വീട് പണിയുന്നുണ്ട്. അപ്പം പകുതിപ്പണി. ഇനിയിപ്പോൾ കുറച്ചും കൂടി പയറ്, പച്ചക്കറി കുറച്ച് എന്തെല്ലാം ഉണ്ട്. വഴുതന, ചീര, പിന്നെ നിരമ്പൻ മറ്റേ പിടിച്ചിട്ടുണ്ടായി. പിന്നെന്താണ്, പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായി, അതെല്ലാം ഇപ്പോൾ പോയി. പിന്നെ ഇവിടെ ഇതാണ്, ഈ സാധനം ഇഷ്ടം പോലെയുണ്ട്. മോളുടെ എന്ന് വെച്ചാൽ എൻ്റെ പേര് ഫാത്തിമ.
ഫാത്തിമ എന്നാണ് പേര്.